നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രസ്താവനയിൽ വലിയ പ്രതീക്ഷയിലാണ് മലപ്പുറവും വയനാടും. മലപ്പുറത്തെ മലയോര മേഖലകളിലൂടെ ചുരം കയറിയെത്തി വയനാടൻ ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽപാതയ്ക്കു വേണ്ടി ഒരു ജനത വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. പാത യാഥാർത്ഥ്യമായാൽ കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രാസമയം ഏറെ കുറയും. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. കർണാടകയിലെ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നുപോകുന്ന നിലമ്പൂർ നഞ്ചൻകോട് സ്വപ്നപാതയ്ക്ക് വീണ്ടും ചിറകുമുളക്കുകയാണ്. സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസം പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ടറിൽ പറഞ്ഞ ഈ വാക്കുകളാണ് പ്രതീക്ഷ പകരുന്നത്. ഈ നിലമ്പൂരിൽ നിന്ന് നഞ്ചൻകോട്ടേക്കുള്ള പാത നിർമ്മിക്കുന്നതിനുള്ള ഏകദേശം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുമെന്ന് റെയിൽവേയുടെ നടന്ന ചർച്ചയിൽ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ റെയിൽ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. കൊച്ചി ബാംഗ്ലൂർ നഗരങ്ങൾ തമ്മിൽ ഇടനാഴിയാകുന്ന റെയിൽവേ പാതയുടെ ചർച്ചകൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. കർണാടകയിലെ നഞ്ചൻകോട് നിന്ന് തുടങ്ങി അമ്പലു, കല്ലമ്പലു, സർഗൂർ, ഹെഗനൂർ വഴി കേരളത്തിലെ സുൽത്താൻ ബത്തേരിയിലെത്തുന്നതാണ് ഈ പാത. പിന്നീട് മീനങ്ങാടി വഴി കൽപ്പറ്റ, മേപ്പാടി, ചൂരൽമല, പോത്തുകല്ല്, അകമ്പാടം വഴി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാത എത്തിച്ചേരും. 2016 കേന്ദ്ര റെയിൽ ബജറ്റിലാണ് പാതയ്ക്ക് അനുമതി നൽകിയത്. സംയുക്ത സംരംഭമായി നടപ്പാക്കാൻ അന്ന് കേന്ദ്രവും കേരളവും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു. എന്നാൽ DPR തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പാതി വഴിയിൽ നിലച്ചു. അല്ല, അങ്ങനെയല്ല, അത് പടലാസിൽ ഒതുങ്ങിയിട്ടൊന്നുമില്ല. റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ശരിയായിട്ടുണ്ട്. നിലമ്പൂർ നഞ്ചൻകോടിൻ്റെ കാര്യത്തിന് പിന്നെ പുതുതായിട്ട് DPRും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. പക്ഷെ അത് കംപ്ലീറ്റ് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളവും കർണാടകയും തമ്മിൽ ധാരണയിലെത്തിയതായാണ് വിവരം. പദ്ധതി നടപ്പിലായാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ലാഭകരമാകുന്ന സർവീസായി നിലമ്പൂർ നഞ്ചൻകോട് പാത മാറുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ. കൂടുതൽ തീവണ്ടികൾ വരട്ടെ, നല്ല പാതകൾ ഉണ്ടാവട്ടെ, യാത്രാ ദുരിതത്തിന് ഒരു ശമനമുണ്ടാവട്ടെ. വടക്കൻ കേരളവും പ്രത്യേകിച്ച് കാസർഗോഡും കണ്ണൂരും മലപ്പുറവും കോഴിക്കോടും വയനാടും ഒക്കെയുള്ള യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ യാത്രാ ദുരിതത്തിന് അവസാനമാകുന്നതുവരെയും റിപ്പോർട്ടർ ഈ പരമ്പരയുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും.